നമസ്കാരം, ഞാൻ നിതിൻ. ശ്രുതിസ് കുക്കറിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. നമ്മൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മക്രോണിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ മക്രോണി ഒരു ഇറ്റാലിയൻ ഡിഷാണെങ്കിലും നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത് ഒരു ഇന്ത്യൻ സ്റ്റൈലിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു രീതിയിലാട്ടോ, നല്ല സോസൊക്കെ ഒഴിച്ച് നല്ല സ്പൈസി ആയിട്ടാണ് ഇത് ഇന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതധികം പണിയൊന്നുമില്ല ഉണ്ടാക്കിയെടുക്കാനായിട്ട്. 10 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്കിത് വെന്ത് കിട്ടും. പിന്നെ അതിലേക്കുള്ള മസാല തയ്യാറാക്കി അതൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മാത്രം മതി. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം, വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ അതിനായിട്ട് നമ്മളിവിടെ എടുത്തിരിക്കുന്നത് 1 കപ്പ് മക്രോണിയാണ്. അപ്പോൾ ഇത് നമുക്ക് ആദ്യം തന്നെ ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ അതിന് മുന്നേ നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സാധനങ്ങളും ഒന്ന് അരിഞ്ഞ് വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമ്മളിവിടെ അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ സാധനങ്ങളും അരിഞ്ഞിട്ടും പിന്നെ അരച്ചിട്ടൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി മക്രോണി വേവിച്ചെടുക്കാനുള്ള വെള്ളം ഒന്ന് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിലോട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കണം. അതിനുശേഷം കുറച്ച് ഓയിലും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നമ്മളിവിടെ ഒരു 1/2 ടേബിൾ സ്പൂൺ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഏത് ഓയിലാണ് ഉണ്ടാക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ അത് ഒഴിച്ചു കൊടുക്കുക. നമ്മൾ ഓയിലൊക്കെ ഒഴിച്ചു കൊടുക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വെന്ത് വരുമ്പോൾ ഒന്ന് തമ്മിൽ ഒട്ടി പിടിച്ചിരിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ വെള്ളം നന്നായിട്ടൊന്ന് തിളച്ചിട്ട് വരണം. അപ്പോൾ ആ സമയം കൊണ്ട് തന്നെ നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള മസാല തയ്യാറാക്കാനായിട്ട് ഞാൻ അപ്പുറത്തെ അടുപ്പിൽ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പാത്രം നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ അതിലോട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ നമ്മളിപ്പോൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലോട്ട് ഒരു 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം ചതച്ചത് ചേർക്കാണ്. അതായത് നല്ല ജീരകമല്ല, നമ്മൾ മസാലയ്ക്കൊക്കെ പൊടിക്കുന്ന ജീരകമല്ലേ, വലിയ ജീരകം, അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് ഓയിലിൽ ഒരു 10-12 സെക്കൻഡ് ഒന്ന് വഴറ്റി കൊടുക്കുക. അപ്പോൾ ഈ സമയത്ത് നമ്മൾ ലോ ഫ്ലെയിമിൽ തന്നെ വെക്കണം. കാരണം ഈ പെരിഞ്ജീരകം ചതച്ചതായതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. അതുകൊണ്ടാണ് നമ്മൾ ലോ ഫ്ലെയിമിൽ തന്നെ വെക്കണം എന്ന് പറയുന്നത്. ഒരു 12 സെക്കൻഡിന് ശേഷം നമുക്കിതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മളിപ്പോൾ ചേർത്ത് കൊടുക്കുന്നത് ഒരു 1.5 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. അപ്പോൾ കൂടുതലൊന്നും ചേർക്കേണ്ട, അപ്പോൾ ഇത്രയും ഇതിലേക്ക് മതിയാവും. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി ആ ഓയിലിൽ തന്നെ ഒന്ന് വഴറ്റി കൊടുക്കുക. ഒരു 20-25 സെക്കൻഡോളം ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് വഴറ്റിയാൽ മതിയാവും. നല്ലൊരു മണം വരും. മണം വരുന്ന സമയത്ത് നമുക്കിതിലോട്ട് ഒരു പച്ചമുളക് ചെറുതായി അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് പച്ചമുളകിലൊക്കെ മാറ്റം വരുത്താം. അപ്പോൾ അങ്ങനെ പച്ചമുളക് നമ്മൾ ഇട്ടിട്ട് ഒരു 10 സെക്കൻഡ് ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം നമുക്കിതിലോട്ട് സവാള ചേർത്ത് കൊടുക്കാം. നമ്മളിവിടെ ഒരു വലിയ സവാള എടുത്തിട്ടുണ്ട്. ഇതൊരു കപ്പിൻ്റെ അളവ് പറയാനാണെങ്കിൽ ചെറിയ കഷ്ണങ്ങളാക്കിയതിന് ശേഷം ഒരു 3/4 കപ്പോളം വരുന്നുണ്ട്. ഇത് നമ്മൾ മക്രോണി അളന്നിട്ടുള്ള ആ സെയിം കപ്പിൽ തന്നെയാണ് അളന്നത്. അപ്പോൾ ഈ സമയം കൊണ്ട് തന്നെ നമ്മൾ മക്രോണി വേവിച്ചെടുക്കാനായിട്ട് വെച്ചിട്ടുള്ള വെള്ളം തിളയ്ക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അതിലോട്ട് പോണേറ്റ് മുന്നേ ഈ സവാള പെട്ടെന്ന് വഴണ്ട് കിട്ടാനായിട്ട് കുറച്ച് ഉപ്പും കൂടി ഇതിലോട്ട് ഒന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ സവാളയിലേക്കുള്ള കുറച്ചുപ്പ് മാത്രം ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് വഴറ്റിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഈ സമയത്ത് നിങ്ങൾ ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ സമയത്ത് തന്നെ മക്രോണിയും കൂടി നോക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ലോ ഫ്ലെയിമിൽ വയ്ക്കുക. അതല്ല നിങ്ങൾ ഒരേ സമയത്ത് ഒരു കാര്യം മാത്രം ചെയ്യുന്നുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടൊക്കെ ഇത് ചെയ്തെടുക്കാം. എന്നിട്ട് തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളത്തിലോട്ട് ഈ മക്രോണിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ മക്രോണിയൊക്കെ നന്നായിട്ട് വെന്ത് വരണം. അപ്പോൾ ഈ സമയം നമുക്ക് വീണ്ടും സവാള വഴറ്റുന്നതിലോട്ട് പോകാം. എന്നിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് സവാള വീണ്ടും ഒന്ന് വഴറ്റിക്കൊണ്ടിരിക്കുക. അപ്പം അങ്ങനെ സവാള ചെറുതായിട്ടൊന്ന് വാടി വരുമ്പോൾ നമുക്കിതിലോട്ട് ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുള്ള ക്യാരറ്റും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലോട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് ഒരു മീഡിയം സൈസിലുള്ള ക്യാരറ്റാണ്. അപ്പോൾ നമുക്കിതിൽ ബീൻസൊക്കെ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ഇടാം. അപ്പോൾ ഞാൻ സാധാരണ ഇടാറുണ്ട്, ഇപ്പോൾ കയ്യിലില്ലാത്തതുകൊണ്ട് മാത്രമാണ് ഇടാഞ്ഞത്. അപ്പോൾ ബീൻസൊക്കെ എടുക്കുകയാണെങ്കിൽ ഒരു 5-8 എണ്ണമൊക്കെ എടുത്തിട്ട് ചെറുതായിട്ട് ഇതുപോലെ വട്ടത്തിൽ അരിഞ്ഞിട്ട് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ അങ്ങനെ ഇത് 2 മിനിറ്റോളം ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിക്കൊണ്ടിരിക്കുക. അപ്പം അങ്ങനെ ക്യാരറ്റൊക്കെ വാടി വന്ന് ഇതുപോലെ ഒരു പരിവായിട്ടുണ്ടാവും. അപ്പോൾ ഈ സമയത്ത് നമുക്കിതിലോട്ട് തക്കാളി പേസ്റ്റ് ആക്കി വെച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു തക്കാളിയാണ് ഇതുപോലെ പേസ്റ്റ് ആക്കി വെച്ചത്. ഇനി ഈ തക്കാളി പേസ്റ്റിൽ വെള്ളമൊക്കെ വറ്റി നന്നായിട്ട് ഡ്രൈ ആയിട്ട് വരണം. അപ്പോൾ അതുവരെ ഇതൊന്ന് വഴറ്റിക്കൊണ്ടിരിക്കുക. എന്നിട്ട് മക്രോണി ഇട്ട് കൊടുത്ത് ഒരു 10 മിനിറ്റ് ഒക്കെ കഴിയുമ്പോൾ മക്രോണി വെന്തിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഇപ്പോൾ വെന്തിട്ടുണ്ട്. അപ്പോൾ ഇട്ട് കൊടുത്ത് 1 മിനിറ്റ് 2 മിനിറ്റ് ഒക്കെ കഴിയുമ്പോൾ നിങ്ങളിത് ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ ഇത് കട്ടയായിട്ട് ഇങ്ങനെ പിടിച്ച് നിൽക്കും. അപ്പോൾ ഞാൻ അങ്ങനെ ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഇപ്പോൾ നോക്കിയപ്പോൾ ഇത് വെന്തിട്ടുമുണ്ട്. അപ്പോൾ ഇത് വെന്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളിതിൻ്റെ ഫ്ലെയിം ഓഫാക്കി കൊടുക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ നമ്മളിത് തൊട്ട് നോക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നുണ്ടാവുക. ഇതിൽ വെള്ളമൊക്കെ കളഞ്ഞ് നമുക്കിതൊന്ന് ഊറ്റിയെടുക്കാം. ഇനി ഇതങ്ങനെ ഇരുന്നോട്ടെ, ഇതിൽ വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് മാറി വരട്ടെ. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് തക്കാളി എന്ത് പരിവായി നോക്കാം. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഊറ്റാനും മറ്റൊക്കെ പോകണോണ്ട് തന്നെ ഞാനിത് ലോ ഫ്ലെയിമിലാണ് വെച്ചിട്ടുണ്ടായിരുന്നത്.
അപ്പോൾ ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ഇങ്ങനെ ഇരുന്ന് തക്കാളിയിൽ വെള്ളമൊക്കെ വറ്റി ഇപ്പോൾ ഈ ഒരു പരുവത്തിലായിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലോട്ട് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല പൗഡറാണ് ആദ്യം ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഒരു 1/4 ടീസ്പൂണിൻ്റെ പകുതി മതിയാവും മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. എന്നിട്ട് ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ മുളക് പൊടിയൊക്കെ നിങ്ങളുടെ എരിവിന് അനുസരിച്ചിട്ട് മാറ്റം വരുത്താം. പിന്നെ ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും പൊടികളൊക്കെ ചേർത്ത് കൊടുത്ത ശേഷം ഇത് നന്നായിട്ടൊന്ന് വഴറ്റിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഈ പൊടികളുടെ പച്ചമണമൊക്കെ മാറി നല്ലൊരു മൂത്ത മണം വരുന്നവരെ ഇതൊന്ന് വഴറ്റിക്കൊണ്ടിരിക്കുക. അപ്പോൾ നമ്മളൊരു മീഡിയം ഫ്ലെയിമിലാണ് ഇപ്പോൾ വെച്ച് കൊടുത്തിരിക്കുന്നത്. പൊടികളൊക്കെ കരിഞ്ഞ് പോകാണ്ട് തന്നെ ഇളക്കിക്കൊണ്ടിരിക്കണം. അപ്പോൾ അതുകൊണ്ട് ഹൈ ഫ്ലെയിമിലൊന്നും വെക്കാണ്ടിരിക്കാൻ നോക്കുക. അപ്പോൾ നമ്മൾ കുട്ടികൾക്കൊക്കെയാണ് ഉണ്ടാക്കുന്നത് വെച്ചാൽ എരിവൊക്കെ നമുക്ക് കുറയ്ക്കാം. അപ്പോൾ ഇത് ഞാൻ ഇപ്പോൾ കുട്ടികൾക്കൊന്നല്ല ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് തന്നെ ഇത് ആവശ്യത്തിന് ഒരു എരിവുള്ള രീതിയിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അത്ര നല്ല എരിവൊന്നും ഉണ്ടാവില്ല. പിന്നെ എരിവ് ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കൂട്ടിയും കുറച്ചൊക്കെ ചേർക്കാം. അപ്പോൾ ഇതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഏകദേശം 1 മിനിറ്റോളം നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുമ്പോൾ തന്നെ പൊടികളൊക്കെ ഒരു മൂത്ത മണം വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ സമയത്ത് ഞാൻ ഇതിലോട്ട് കുറച്ച് ടൊമാറ്റോ സോസാണ് ചേർത്ത് കൊടുക്കുന്നത്. 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലോട്ട് ചേർക്കുന്നത് റെഡ് ചില്ലി സോസാണ്. അതൊരു 1/2 ടേബിൾ സ്പൂൺ മുതൽ 3/4 ടേബിൾ സ്പൂൺ വരെ നമുക്ക് ചേർക്കാം. എന്നിട്ട് ഇതുപോലെ ഇത് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമുക്കിതിലോട്ട് കുറച്ച് ക്യാപ്സിക്കം കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. ഞാനിതുപോലെ ചെറുതായി അരിഞ്ഞിട്ടുള്ള ക്യാപ്സിക്കാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ കഷ്ണങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ചിട്ട് എങ്ങനെയാണെങ്കിൽ അരിഞ്ഞെടുക്കാം. അപ്പോൾ നമ്മളിവിടെ എടുത്തിരിക്കുന്നത് ഒരു മീഡിയം സൈസിൽ വരുന്ന 1 ക്യാപ്സിക്കാണ്. അത് ഏകദേശം കഷ്ണങ്ങളാക്കി അരിഞ്ഞു വന്നപ്പോൾ ഒരു 3/4 കപ്പിനോട് അടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് ചേർത്ത് കൊടുത്ത് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതി. ക്യാപ്സിക്കം നന്നായിട്ട് വെന്ത് പോകരുത്, ഒന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വാടി ആ ഒരു മണം വരാനേ പാടുള്ളൂ. അപ്പോൾ ഈ സമയത്ത് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള മക്രോണിയിൽ ഉപ്പ് നോക്കുക. പിന്നെ ഈ മസാലയിൽ ഉപ്പും കൂടി നോക്കുക. എന്നിട്ട് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് വഴറ്റി കൊടുത്ത ശേഷം, അപ്പോൾ ഈ സമയത്ത് ക്യാപ്സിക്കത്തിന് നല്ലൊരു മണം വരുന്നുണ്ട്. അപ്പോൾ തന്നെ ഞാൻ ഇതിലോട്ട് വേവിച്ച് വെച്ചിട്ടുള്ള മക്രോണി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ മസാലയൊക്കെ മക്രോണിയിൽ പിടിക്കുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. അപ്പോൾ ഇളക്കിയെടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, അപ്പോൾ ഇതിങ്ങനെ പൊട്ടാണ്ട് പൊടിയാണ്ടൊക്കെ നമ്മൾ ഇങ്ങനെ പയ്യൊന്ന് നന്നായിട്ട് എല്ലാം യോജിപ്പിച്ചെടുത്താൽ മതി. അപ്പം അങ്ങനെ ഇത് നന്നായിട്ട് ഈ മസാലയിലൊക്കെ യോജിപ്പിച്ചെടുത്ത ശേഷം നിങ്ങൾ ഉപ്പ് നോക്കിയിട്ട് ആവശ്യമുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ചേർത്ത് കൊടുക്കുക. പിന്നെ ഈ മസാലയിലൊക്കെ കിടന്നത് ഒന്ന് സെറ്റായിട്ട് വരണം. അപ്പം അതുവരെ ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് ഒന്ന് വേവിച്ചെടുക്കുക. എന്നിട്ട് ഈ സമയത്ത് ഇതിലോട്ട് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കുന്നുണ്ട്, ചെറുതായി അരിഞ്ഞിട്ട്. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എത്ര വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചേർത്ത് കൊടുക്കുക. അപ്പോൾ മല്ലിയില ധാരാളം ഇഷ്ടമുള്ളവരാണെങ്കിൽ നിറച്ച് ചേർത്ത് കൊടുക്കുക. മല്ലിയില ശരിക്കും ഇതിൽ ഉപയോഗിക്കണം, എന്നാലാണ് ആ ഒരു മണക്ക വരുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിട്ട് വരുള്ളൂ. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ അങ്ങനെ ഫ്ലെയിം ഓഫ് ആക്കണേറ്റ് മുന്നേ ഇതിലോട്ട് കുറച്ച് പഞ്ചസാരയും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആ എരിവും പുളിയും ഉപ്പൊക്കെ ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടിയിട്ട്. ശരിക്കും അതും കൂടി ചേർക്കുമ്പോഴാണ് ഇത് നല്ലൊരു ടേസ്റ്റ് വരിക. എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. അങ്ങനെ നമ്മുടെ മക്രോണിയുടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിലോട്ട് മക്രോണി ഇട്ട് കൊടുത്ത ശേഷം കുറേ നേരമൊന്നും ഇത് ഇട്ടിട്ട് ഇങ്ങനെ വഴറ്റിയെടുക്കേണ്ട അല്ലെങ്കിൽ വേവിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഞാൻ ആ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് ഒന്ന് വഴറ്റിയെടുത്ത് ആ മസാലയിലൊക്കെ ഒന്ന് മക്രോണി നന്നായിട്ട് പരണ്ടിരുന്ന് ഒന്ന് സെറ്റായി വന്നാൽ നമുക്ക് ഇതുപോലെ തന്നെ പഞ്ചസാര ഇട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നുള്ളൂ. പിന്നെ ഇത് നിങ്ങൾ കഴിച്ച് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയിക്കുക. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നാണ് കരുതുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ഉണ്ടാക്കി നോക്കണം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഇത് മറ്റുള്ളവർക്കായിട്ട് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇതിൽ വീഡിയോസൊക്കെ ഒന്ന് പോയി നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം തന്നെ ആ ബെല്ലൈക്കനും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. ബെല്ലൈക്കൻ ചെയ്യുമ്പോൾ ഓൾ എന്ന ഓപ്ഷനും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ വീണ്ടും നമുക്ക് നല്ല നല്ല റെസിപ്പികളുമായിട്ട് കാണാം. അതായത് നിങ്ങളെല്ലാവരും നല്ല ഭക്ഷണമൊക്കെ കഴിച്ച് ഹെൽത്തി ആയിട്ടും സന്തോഷമായിട്ട് തന്നെ ഇരിക്കുക. അപ്പോൾ വീണ്ടും കാണുന്നവരെ ബൈ.